NSS SNDP ഐക്യം പൊളിഞ്ഞതിൽ CPM-ന് നിരാശയുണ്ടോ? ഏതെങ്കിലും സമുദായ സംഘടനകൾ ഏതെങ്കിലും കാര്യത്തിൽ യോജിക്കുകയോ അങ്ങനെ യോജിക്കുന്ന ഘട്ടത്തിൽ അതിൽ ആവേശഭരിതരാകുകയോ ഏതെങ്കിലും തരത്തിൽ ആ സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിരാശപ്പെടുകയോ ചെയ്യേണ്ട ഒരു കാര്യവും ഇടതുപക്ഷ ജനാധിപത്യത്തിനില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഇവിടുത്തെ ഏതെങ്കിലും സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും ഇടപെടുന്നത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കണ്ടോ? ഈ 9.25 കൊല്ലമായി പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക സമുദായക്കാർക്ക് ഈ സർക്കാർ എന്തോ പ്രത്യേകമായി കൊടുത്തു, അല്ലെ വേറൊരു സമുദായക്കാർക്ക് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും പരാതി ഏതെങ്കിലും സമുദായക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നീതി കൊടുക്കുക, എല്ലാ വിഭാഗക്കാർക്കും അവർ അർഹിക്കുന്ന നീതി കൊടുക്കുക. 2, സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങളിൽ മതിയായ ശ്രദ്ധ സർക്കാർ കൊടുത്തിട്ടില്ല എന്ന പരാതി വരുന്ന ഘട്ടങ്ങളിൽ അവരെ ക്ഷമാപൂർവ്വം കേട്ട് പരിഹരിക്കാൻ മുഖ്യമന്ത്രി അടക്കം മുന്നിട്ടിറങ്ങി അത് പരിഹരിക്കുക. നമ്മൾ 9.5 കൊല്ലമായി കേൾക്കാത്തതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് രൂപപ്പെടുന്നതാണ്, അത് ബോധപൂർവ്വം രൂപപ്പെടുത്തുന്നതാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ LDF-ൻ്റെയോ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു സമുദായത്തെയും പ്രത്യേകമായി ചേർത്ത് നിർത്തുകയോ തമ്മിലടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു വാക്ക് നിങ്ങൾ കേൾക്കില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നത് കരുതിയാൽ മതി. അതുകൊണ്ടാണ് 10 കൊല്ലക്കാലം ഇവിടെ വർഗീയ കലാപങ്ങൾ ഇല്ലാതിരുന്നത്, ഒരു വിഭാഗക്കാരെ വേറൊരു വിഭാഗക്കാർ വേട്ടയാടുന്ന നില ഉണ്ടാവാതിരുന്നത്. വന്ന വിഷയങ്ങളിൽ മതം നോക്കാതെ സമുദായം നോക്കാതെ നിയമപരമായി നടപടി സ്വീകരിച്ചത്. അത് തുടരണോ എന്ന ചോദ്യമേ കേരളത്തിന് മുമ്പിലുള്ളൂ. അതിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം കോലാഹലങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. മണ്ടത്തരം പറയാതെ വിഡ്ഢിയാണെങ്കിലും ചേട്ടനൊരു യുക്തിവാദിയല്ലേ? RSS-ഉം BJP-യും ഇങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, പള്ളിക്കകത്താണ് ഇപ്പോൾ ഒരു പുതിയ സംഘടന RSS ഉണ്ടാക്കിയിട്ടുണ്ട്, കാസ. ഇവരെല്ലാം കടന്നു വന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വിഷലിപ്തമായ വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരിടേണ്ടതുണ്ടെന്നതിൽ സംശയമില്ല. പക്ഷെ അതിൽ താങ്കളുടെ പാർട്ടി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എടുക്കുന്ന സമീപനം എന്താണ്? ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുന്നയാളാണല്ലോ ഈ SNDP ജനറൽ സെക്രട്ടറി. അദ്ദേഹം എന്തെല്ലാമാണ് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത്? അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞ് അപലപിക്കാൻ CPM-ഓ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടുണ്ടോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. മറുപടി പറയാം. അതിനെന്നെ അനുവദിക്കുമ്പോൾ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം. ഇവിടെ ആരാണ്ട് വീരാളിപ്പട്ട് പുറത്ത് കിടക്കുമെന്ന് പറഞ്ഞല്ലോ. വീരാളിപ്പട്ട് പുതച്ച് എവിടെയാണ് കിടക്കുന്നത്? മതേതരത്വത്തിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ ആഫീസിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഫീസിലോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയക്കാരാണോ? ഞാനൊരു മുദ്രാവാക്യം ഓർപ്പിക്കാം. ആലപ്പുഴയിൽ നിന്നാണ്. കുന്തിരിക്കാൻ കരുതിക്കൂ, അവലും മലരും കരുതിക്കൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. ആരാണ് വിളിച്ചത്? നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ. ആ വിളിച്ച മുദ്രാവാക്യം വിളിച്ച ശക്തികൾക്കെതിരെ ഒരു വരി ഈ വീരാളിപ്പട്ട് പുതച്ചു കിടക്കുന്ന VD സതീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? എന്താ VD സതീശൻ സെലക്റ്റീവ് ആകുന്നത്? ആലപ്പുഴയിൽ ഒരു കൊച്ചുകുട്ടിയെ തോളത്തിരുത്തി കുന്തിരിക്കാൻ കരുതിക്കോ, അവലും മല്ലും കരുതിക്കോ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്നൊരു സംഘടന മുദ്രാവാക്യം വിളിച്ചപ്പോൾ ആ മുദ്രാവാക്യം വിളിച്ചവരെ ജയിലിലടയ്ക്കാൻ ഒരു മുഖ്യമന്ത്രി തയ്യാറായി പ്രവൃത്തിയിലൂടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക വർഗീയതയുടെ പ്രസ്താവനയുടെ മാല കെട്ടിത്തൂങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന വിദ്വേഷ പ്രസംഗങ്ങളെ, വിദ്വേഷ പരാമർശങ്ങളെ അപലപിക്കാത്തത് അവിടെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗിന് എന്തും പറയാം. 9.5 കൊല്ലമായി കേരളത്തിൽ അധികാരത്തിരിക്കുന്ന LDF ഗവൺമെന്റ് കാലത്ത് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് മുസ്ലിം ലീഗിന് പറയാം. ആ അവകാശം തിരിച്ചുപിടിച്ച് മുസ്ലിമിനെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ കോൺഗ്രസും ലീഗും കൂടി UDF പ്രവർത്തിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ വരാൻ നോക്കുമ്പോൾ മുസ്ലിമിന് നഷ്ടപ്പെട്ട അധികാരം ഞങ്ങൾ പിടിച്ചു കൊടുക്കാൻ പോവാണ്. ഇതെല്ലാം ഏകപക്ഷീയമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു വാക്കുരിയാടാത്ത പ്രതിപക്ഷ നേതാവ് സതീശൻ മതേതരത്വത്തിന്റെ കാവലാളാണെന്ന് മനോരമയിൽ പ്രഘോഷിക്കുമ്പോൾ ആ പ്രഘോഷണം കേട്ട് കോരിത്തിരിക്കണം. മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചു അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല. മലപ്പുറം പ്രത്യേക രാജ്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. പിന്നാക്ക വിഭാഗക്കാർക്ക് ഒരു പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ല. വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നാക്കക്കാർ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. അപലപിച്ചിട്ടുണ്ടോ വർഗീയതയെ ചെറുക്കുന്ന മുഖ്യമന്ത്രി? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. നിങ്ങൾ കേരള മുഖ്യമന്ത്രി ആക്രമിക്കാൻ ഒരു അജണ്ടയായിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇവിടെ ഈ നാട്ടിൽ ആരൊക്കെ പ്രസ്താവന നടത്തിയാലോ പ്രസ്താവനയ്ക്കല്ല അപ്പം തന്നെ മുഖ്യമന്ത്രി മറുപടി എഴുതിക്കൊണ്ട് പോകണമെന്നാണോ? ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചൊരു പ്രശ്നം നിങ്ങളാരും കേൾക്കില്ല.
കേൾക്കാത്ത ഈ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രസ്താവന ആര് നടത്തിയാലും അതിനെ അപലപിക്കേണ്ടതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് ശ്രീ അനിൽകുമാർ. ആ കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? സംശയം ഇല്ലാത്തതുകൊണ്ടാണ് തല ഉയർത്തിപ്പിടിച്ച് ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. കടന്നാക്രമിക്കപ്പെടാൻ ഒരു പിണറായി വിജയൻ മാത്രം, പിണറായിയെ വേട്ടയാടുക, പിണറായി വിജയനെ ആക്രമിക്കുക, 9.5 കൊല്ലം മതസൗഹാർദ്ദത്തോടെ വർഗീയ NSS ജനറൽ സെക്രട്ടറിയും NSS ഡയറക്ടർ ബോർഡും കാണിച്ച ആർജവമുണ്ടല്ലോ, വർഗീയതയുമായി ഇങ്ങോട്ടാരും വരണ്ട എന്നുള്ളത്. ആ ആർജവമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണ്ടേ? ആ ആർജവം കാണിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയതയെ വാരിപ്പുണരരുത്. അത് മുഖ്യമന്ത്രിയുടെ ഭാഷയിലാണ് അദ്ദേഹം പറയുന്നത്. അത് നിങ്ങൾക്ക് ഏതർത്ഥത്തിലും വായിച്ചെടുക്കാം, പ്രോത്സാഹനമായി വായിച്ചെടുക്കാം. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. SIR നടപ്പാക്കുന്നത് മുസ്ലിങ്ങളെ ഒഴിവാക്കാനാണ് എന്ന് മുസ്ലിം ലീഗ് പ്രചരിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനോട് സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഞങ്ങളുടെ അനുഭവമാണ്. മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി പറയുകയാണ് മുസ്ലിം ലീഗിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിങ്ങൾ മുസ്ലിം ലീഗിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. വ്യക്തമായില്ലേ? അവനത് പറയില്ല. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞങ്ങളെ പരാജയപ്പെടുത്താനുള്ള വജ്രായുധം ഒറ്റ ആയുധ UDFന്റെ പക്കലുള്ളൂ, അത് വർഗീയതയാണ്. BJPയുടെ പക്കലുള്ളൂ, അത് വർഗീയതയാണ്. അത് രണ്ടു കൂട്ടരും പ്രയോഗിക്കും. ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയിപ്പിക്കാൻ കുറെ കഷ്ടപ്പെട്ടല്ലോ. ഒരു അഴിമതി ഇല്ലാന്ന് ഈ 10 കൊല്ലമായിട്ട് ഈ കേരളത്തിലെ മന്ത്രിമാരും ഒരിടത്ത് പോയി നിൽക്കണില്ല കേട്ടോ. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. കോടതി സതീശൻ കൊടുത്ത കേസ് മുഴുവൻ തള്ളിപ്പോയി. ഒരു കേസിലും ഞങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കില്ല. അവസാനം ശബരിമലയാണല്ലോ ഉണ്ടാക്കിയത്, സ്വർണം കെട്ടവരാരപ്പ. അവസാനം തന്ത്രി അകത്ത് കിടക്കുമ്പോൾ കാര്യം മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട നിഷയോട് ഞാൻ ചോദിക്കുക, 2 മാസം മുമ്പ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട തന്ത്രി എഴുതിയൊരു കത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിഷ പരിഹാസത്തോടെ എന്നോട് ചോദിച്ചു, തന്ത്രിയുടെ കത്തോ? ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട നിഷയോട് ബഹുമാനത്തോടെ ചോദിക്കുകയാണ്, ഞങ്ങൾക്കെല്ലാം നല്ല ധാരണയുണ്ട്, ഞങ്ങളുടെ ഒരു സഖാക്കളും സ്വർണം കക്കില്ല, അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. അയ്യപ്പന്റെ ഒരു മുതലും കക്കില്ല, കട്ടവരുണ്ട്. എന്നിട്ട് എന്താ BJPയുടെ എന്തുകൊണ്ടാണ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാർ ജാമ്യം കിട്ടാതെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നതാണോ? പത്മകുമാറിന് ജാമ്യം കിട്ടാത്തത് SIT നടത്തുന്ന ഫലപ്രദമായ അന്വേഷണം കൊണ്ടാണ്. ഞങ്ങൾ SITക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നു. ഹൈക്കോടതിയുടെ കീഴിലുള്ള ഞങ്ങളുടെ പോയിന്റ് എന്താണ്? ഇതാ പോറ്റി സ്വർണം കൊണ്ട് പൊക്കോ. പോറ്റി അവിടെ 2004 വന്നതാണ്, 2007 ശ്രീകോവിലിൽ കയറിയതാണ്, 2014 പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് ശബരിമല മാത്രമല്ല ഈ പറയുന്ന പോറ്റിയും ഗോവർദ്ധനും പണ്ടാരി എല്ലാം കൂടെ കൂടി നേരെ സോണിയുടെ വീട്ടിൽ വരെ ചെന്നതാണ്. ആ പോറ്റിയെ ഈ LDFന്റെ ബോർഡ് തെറ്റാണ്. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ SIT നടത്തിയ കൃത്യമായ അന്വേഷണത്തിലൂടെ അകത്തായി, കോടതികൾ ജാമ്യം കൊടുക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? അതിന്റെ ലളിതമായ അർത്ഥം എന്താണ്? അദ്ദേഹം ശബരിമലയിലെ സ്വർണം കക്കാൻ കൂട്ടുനിന്നു എന്നാണല്ലോ. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ പറയുന്നത് CPM നേതാക്കളാരും കക്കാൻ കൂട്ടുനിൽക്കില്ലാന്ന് താങ്കൾക്ക് അറിയാം? വെറുതെ അല്ല, നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. ഈ പോറ്റി സ്വർണം കൊണ്ടുപോകോ, മോട്ടിച്ചോ, അതിന്റെ ഒരു ശകലം കഷ്ണം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോകും എന്ന് പത്മകുമാർ തീരുമാനിച്ചോ? അല്ല, പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ പോയ തസ്കര സംഘം ഇവിടെ മോട്ടിച്ചോ എന്ന് ഞങ്ങളുടെ ബോർഡുകാർ പറയുമോ? അവരാരും അങ്ങനെ പറയത്തില്ല. പ്രശ്നം എന്താണ്? അഭിപ്രായമുണ്ടോ ഞാനൊന്ന് കിടക്കട്ടെ.